അനിൽ നമ്പ്യാർ, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വാർത്ത പുറത്തു വരുന്നു. ഈ ചെങ്കോട്ട കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ഭീകരാക്രമണമാകാൻ സാധ്യത എന്ന തരത്തിലേക്ക് ഇപ്പോൾ പുതിയ വിവരം പുറത്തു വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. അതായത് പ്രാഥമിക അന്വേഷണത്തിൽ ഭീകരാക്രമണമാകാം, അതിനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന വിവരമാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്നത്. ആ രീതിയിലുള്ള സ്ഫോടനമാണ് ഇവിടെ നടന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും. പോലീസ് പറയുന്നത് ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാകാം ഈ സ്ഫോടനം എന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ഫരീദാബാദിൽ ഇന്ന് പിടികൂടിയ ഈ അൽ-ഖ്വയ്ദ ബന്ധമുള്ള IS അൽ-ഖ്വയ്ദ ബന്ധമുള്ള ഭീകരർക്ക് ഈ സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതായി ഡൽഹി പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നു. അനിൽ നമ്പ്യാർ, ഏറ്റവും പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ പുറത്തു വരുന്നത്. ഉയർന്ന തീവ്രതയുള്ള സ്ഫോടനവും അതോടൊപ്പം ഉപയോഗിച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കളും രാസവസ്തുക്കളുടെയും മിശ്രിതം പരിശോധിക്കുമ്പോൾ ഇന്ന് ഫരീദാബാദിൽ പിടികൂടിയ ആളുകളുടെ കൈവശം ഉണ്ടായിരുന്നതിന് തുല്യമാണ്, അതുപോലെയുള്ളതാണ് എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അത് മാത്രമല്ല, ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ ആദിൽ എന്നിവരെ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കാരണം ഇവരാണ് ഫരീദാബാദിൽ നിന്നും ഇന്ന് അറസ്റ്റിലായത്. ഇവർക്ക് ഇതുമായി പങ്കുണ്ടോ, ഇവരുടെ ടീമിൽപ്പെട്ടവരാണോ ഇതിൽ ഉള്ളത് എന്നറിയാൻ ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു പോലീസ്. ഇവരുടെ അറസ്റ്റിനെ തുടർന്ന് പെട്ടെന്നെടുത്ത തീരുമാനമാകാം ഈ സ്ഫോടനം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അനിൽ നമ്പ്യാർ, ഈ മണിക്കൂറിൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഈ പോലീസ് സോഴ്സുകളിൽ നിന്നും വരുന്ന ഏറ്റവും മുഖ്യമായ വാർത്തയാണ് ഇത്. ഈ സ്ഫോടനം കണക്കിലെടുക്കുമ്പോൾ, അതിന്റെ തീവ്രത കണക്കിലെടുക്കുമ്പോൾ ഭീകരാക്രമണം തന്നെ എന്ന് സംശയിക്കുന്നു. ഡോക്ടർ മുസമ്മിലിനെയും അതോടൊപ്പം ഇയാളുടെ കൂട്ടാളിയെയും ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ പോലീസ്. ഇവരുടെ കൈവശം നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ, രാസവസ്തുക്കൾ എല്ലാം ഇവിടെ നടന്ന സ്ഫോടനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മാച്ച് ചെയ്യുന്നു എന്ന് പോലീസ് പറയുന്നു. ഇന്നിവരുടെ അറസ്റ്റ് ഉണ്ടായതിന് പിന്നാലെ പെട്ടെന്നെടുത്ത തീരുമാനമായിരിക്കാം സ്ഫോടനം എന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ അനിൽ നമ്പ്യാർ, 1% ബാക്കി കിടന്നത് ഭീകരാക്രമണമാണോ എന്നത്, അത് നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്കത് ഭീകരാക്രമണം തന്നെ എന്ന് പറയാറായിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് പോലീസ് നീങ്ങുന്നു. അനിൽ നമ്പ്യാർ, യെസ്, ഡൽഹി ചെങ്കോട്ടയിലേത് ഭീകരാക്രമണം തന്നെ എന്ന് സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ ഡൽഹി പോലീസിന് ലഭിച്ചു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇപ്പോൾ ആശുപത്രി സന്ദർശിക്കുന്നു എന്ന വാർത്ത പുറത്ത് വരുന്നുണ്ട്. ഞാൻ വീണ്ടും ഗൗതമിലേക്ക് പോവുകയാണ്. ഗൗതം, നേരത്തെ ഗൗതം പരാമർശിച്ചിരുന്നു 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഡൽഹി ഏറ്റവും വലിയ ഒരു സ്ഫോടന പരമ്പരയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. 2005 ഡൽഹി ബോംബ് സ്ഫോടനങ്ങൾ, ദീപാവലിക്ക് 2 ദിവസം മുമ്പ് നടന്ന സ്ഫോടനം, 62 നിരപരാധികൾക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. മാത്രമല്ല 210-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. 3 സ്ഫോടനങ്ങളിലായിട്ടാണ് ഇത്രയും വലിയ ആളപായം, അതുപോലെ ആളുകൾക്ക് പരിക്കും ഏറ്റത്. ഈ 3 സ്ഥലങ്ങളിൽ ആണ് അന്ന് തീവ്രവാദികൾ ബോംബ് വച്ചത്. ഒന്ന് പഹർഗുഞ്ച്, സരോജിനി നഗർ മാർക്കറ്റ്, ഗോവിന്ദ്പുരി, 2 മാർക്കറ്റുകളിലും അതുപോലെ ഒരു ബസ്സിലുമാണ് അന്ന് സ്ഫോടക വസ്തുക്കൾ വെച്ചത് ഈ തീവ്രവാദികൾ. ഇന്ത്യൻ മുജാഹിദീൻ ആണ് ഇതിന് പിന്നിൽ എന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. ഇവർക്കുള്ള IS ബന്ധത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഗൗതം, ഇത് സാധാരണ ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില സംഘടനകളൊക്കെ രംഗത്ത് വരാറുണ്ട്. ഇതിപ്പോൾ സംശയത്തിൻ്റെ പുറത്താണ് പല കാര്യങ്ങളും പറയുന്നത്, പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഒരുപക്ഷെ നാളെ ഇതിൻ്റെ ഉത്തരവാദിത്തം ലഷ്കർ-ഇ തോയ്ബയോ ഇന്ത്യൻ മുജാഹിദിനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഏറ്റെടുക്കുമോ? പൊതുവിൽ ഈ ബോംബ് സ്ഫോടനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകൾ അവരുടെ ശക്തി അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരിപ്പോഴും വളരെ സജീവമാണ്, ഇന്ത്യക്കെതിരെയുള്ള, ഭാരതത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അവർ
പൂർവാധികം ശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന് വിളിച്ചു പറയുന്നതിൻ്റെ ഭാഗമായി, പരസ്യമായി പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇത്തരം സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനവുമായിട്ട് ഏതെങ്കിലും സംഘടനകൾ രംഗത്ത് വരുമോ? പൊതുവെ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ കഴിയുന്ന ഭീകരർ എല്ലാം ദുർബലരാണ്, പലരുടെയും തലയറുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ശേഷിക്കുന്നവരിൽ എത്ര പേരുണ്ട് പ്രബലർ? ഏത് തീവ്രവാദ സംഘടനയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ആക്രമണം തുടരാൻ കോപ്പ് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഏത് സംഘടനയാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നൊക്കെ അറിയിക്കേണ്ട ഒരു ബാധ്യത ഒരുപക്ഷെ ഇത്തരം സംഘടനകൾക്കുണ്ടാവും. അതുമായി മുന്നോട്ട് വരാനുള്ള സാധ്യത എത്രത്തോളമാണ് ഗൗതം? വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും ഭീകര സംഘടനകൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണ് സാധ്യത. സാധാരണയായി നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഈ ഭീകര ശക്തികളൊക്കെ ഇത്തരം സ്ഫോടനങ്ങൾ നടത്തിയതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കാറുണ്ട്. കാരണം തങ്ങളുടെ ശക്തി തെളിയിച്ചു എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയും മറ്റും. അതിനാൽ തന്നെ ഈ നിലവിൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു സംഘടനകളും രംഗത്തെത്തിയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ദിവസം ഏതെങ്കിലുമൊക്കെ സംഘടനകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭീകര സ്വഭാവമുള്ള സംഘടനകൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. സാധാരണയായി സ്ഫോടനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. ഇന്ത്യൻ മുജാഹിദീനാകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. കാരണം ഇപ്പോഴാ ഭീകര സംഘടന അത്ര ആക്റ്റീവല്ല. നേരത്തെ ഒരു സമയത്ത് ഒരു 2000 മുതൽ 2010 വരെയൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്ന തുടർച്ചയായ സ്ഫോടനങ്ങളിലൊക്കെ ഇന്ത്യൻ മുജാഹിദീൻ വളരെ സജീവമായിരുന്നു. ഈ ടിഫൺ ബോക്സിനകത്തും ചോറ്റുപാത്രത്തിനകത്തൊക്കെ ബോംബ് വെച്ച് പൊട്ടിക്കുന്നതായിരുന്നു അവരുടെ ഒരു ശൈലി. പക്ഷേ പിന്നീട് ആ ഭീകര സംഘടന പിന്നീട് ക്ഷയിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരുപക്ഷെ അറിയില്ല ഇനിയും വീണ്ടും അത് സജീവമാകുന്നതാണോ ആക്റ്റീവ് ആകുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരുപക്ഷെ ഇത് ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ അനുബന്ധമായി ജമ്മു കാശ്മീരിലൊക്കെ പ്രവർത്തിക്കുന്ന ജിഹാദി ശക്തികളാകാം ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇസ്ലാമിക് ഗ്രൂപ്പുകളിലേക്ക് തന്നെയാണ് ഇതിൻ്റെ അന്വേഷണം പോകുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ള ഭീകര സംഘടനകൾ, അത് ലഷ്കർ, അതോടൊപ്പം തന്നെ ജെയ്ഷെ, അത്തരം സംഘടനകളുടെ അനുബന്ധ സംഘടനകൾ ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ദ റെസിസ്റ്റൻറ്റ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന, ഒരുപക്ഷെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ അത്തരം സംഘടനകളാണോ ഇതിൻ്റെ പിന്നിലെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വേണം. എന്തായാലും നിലവിൽ ഭീകരശക്തികൾ ആരും ഇതിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ എന്താണ് സാഹചര്യം എന്നത് നോക്കിയിട്ട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. എന്തായാലും വളരെ സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണിക്കാം. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പ്രദേശത്തെത്തി ഈ സ്ഫോടനം നടന്ന സ്ഥലം അദ്ദേഹം നേരിട്ട് സന്ദർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് തന്നെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ദൃശ്യമാണ് അനിൽ നമ്പ്യാർ. കാരണം നേരത്തെ ഈ UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ ഡൽഹിയിൽ ഈ 2007-ലും 2008-ലും ഒക്കെ സ്ഫോടനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ പല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട്, അതായത് ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അദ്ദേഹം ഓരോ കോട്ടാണ് ഇട്ടിരുന്നത്. ഒരു ആശുപത്രിയിലെത്തി ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കാണുമ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന സൂട്ടും പാൻസുമല്ല തൊട്ടടുത്ത ആശുപത്രിയിൽ പോകുന്നത്. അതായത് ഒരു സ്ഫോടനം നടന്ന് രാജ്യം മുഴുവൻ നടുങ്ങി നിൽക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ സ്വന്തം വസ്ത്രങ്ങൾ മാറി മാറി കളിക്കുകയായിരുന്നു. അത്ര സീരിയസ്നെസ് അവർ ഇതിനൊക്കെ കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ നോക്കൂ, ഇപ്പോൾ ആ ദൃശ്യം മുഴുവൻ ഭാരതീയർക്കും ആത്മാഭിമാനവും കൂടുതൽ ആവേശവും ദേശഭക്തിയും ഒക്കെ നൽകുന്നതാണ്. കാരണം തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സ്ഥലത്തൂടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി വളരെ ചങ്കുറ്റത്തോടു കൂടി നടന്നു പോകുന്നത്. കാരണം ഒരു സ്ഫോടനം അവിടെ നടന്നതേ ഉള്ളൂ. ഒരുപക്ഷെ സ്ഫോടക വസ്തുക്കൾ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ വീണ്ടും കിടപ്പുണ്ടാകാം. നമുക്കത് പറയാൻ സാധിക്കത്തില്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. കാരണം ഡൽഹിയിലൊക്കെ ഉണ്ടായ ബ്ലാസ്റ്റുകളുടെ ഒരു പൊതു സ്വഭാവം മണിക്കൂറുകൾ ഇടപെട്ടാണ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് മുൻപ് നടന്ന സ്ഫോടനങ്ങളുടെ സ്വഭാവം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഒരു സ്ഫോടനം നടന്നു, 1-2 മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്തടുത്ത് പൊട്ടുന്നു. അപ്പോൾ അങ്ങനെ വളരെ അപകടാവസ്ഥ നിറഞ്ഞൊരു സ്ഥലത്തൂടെ അദ്ദേഹം എത്രത്തോളം ധൈര്യത്തോടു കൂടിയാണ് നടന്നു നീങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയും ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയും ഒക്കെ നമുക്കുണ്ട് എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം അഭിമാനവും ആത്മാഭിമാനവും ഒക്കെ നൽകുന്നതും മാത്രമല്ല നമുക്ക് ധൈര്യം നൽകുന്നതുമാണ്. ഏതൊരു ശക്തിയും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കനത്ത പ്രഹരമായിരിക്കും അതിൻ്റെ ഫലം എന്ന സന്ദേശം കൂടി നൽകുന്നത് കൂടിയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അദ്ദേഹം ആ സംഭവ സ്ഥലമൊക്കെ സന്ദർശിച്ച് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ മുതിർന്ന
ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ ഈ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ നേരിട്ട് അദ്ദേഹം അന്വേഷിച്ചിരുന്നു. അതിന് മുൻപ് അദ്ദേഹം ആശുപത്രിയിലെത്തി ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണുകയും അവർക്ക് കൂടുതൽ ധൈര്യം പകരുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ചെങ്കോട്ടയിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയത്. ഇപ്പോഴും അദ്ദേഹം അവിടെ തുടർന്നുകൊണ്ട് ഈ സ്ഥലത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഭീകരാക്രമണം സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിശദീകരണം ഒരിക്കൽ കൂടി ഈ രാത്രിയിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് ദേശീയ വാർത്താ ഏജൻസി മുഖാന്തരം എന്താണ് ചെങ്കോട്ടയിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകിയത്. ആ വിശദീകരണത്തിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് നേരിട്ട് റെഡ് ഫോർട്ടിലേക്ക് എത്തിയത്. ഒരുപക്ഷെ രാത്രി വീണ്ടും ഒരിക്കൽ കൂടി ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ളൊരു വിശദീകരണം കൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഇന്നുണ്ടായിട്ടുള്ള ഈ ഭീകരാക്രമണത്തെ അനുശോചിക്കുകയാണ്. പരിക്കേറ്റവരുടെ സുഖത്തിനായി വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിനായി പ്രാർത്ഥിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു കുറിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹവും ഈ സംഭവത്തെ അപലപിക്കുകയുണ്ടായി. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നഗരമേഖലയിൽ സ്ഫോടനം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഈ രാത്രി ഏറ്റവും വലിയ നടുക്കമായി മാറുന്നത്.